മഞ്ഞുമല്ല സുഭാഷ് അത്ഭുതകരമായിട്ട് ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട കഥ എല്ലാ പ്രേക്ഷകർക്കും അറിയാം അല്ലേ. വളരെ ഹിറ്റായി ഓടിയ സിനിമയാണ്, ഇപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ റോസമ്മയും ഒരു കുഴി വീണ്. മഞ്ഞുമല്ല സുഭാഷ് അറിയാതെ ആ കുഴി വീണതാണെങ്കിൽ റോസമ്മയെ ആരോ പിടിച്ച് ആ കുഴി തള്ളിയിട്ടതാണ്. ആരായിരിക്കും റോസമ്മയെ പിടിച്ച് തള്ളിയിട്ടതല്ലേ? പക്ഷേ അതിനുശേഷം അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എങ്ങനെയായിരിക്കും ഈ റോസമ്മ രക്ഷപ്പെട്ടത്? ആ ഞെട്ടിക്കുന്ന കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ മരണത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? മരണം നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മരിക്കത്തില്ല. അതൊരു പ്രാപഞ്ചിക സത്യമാണ്. നമുക്ക് മരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, ആത്മഹത്യ ചെയ്യും, എല്ലാ ശരീരത്തിലും മാറണം, വീട്ടിൽ പ്രശ്നം, നാട്ടിൽ പ്രശ്നം, ഒരുപാട് പേർക്ക് പൈസ കടം കൊടുക്കാനുണ്ട്. ഒറ്റ മാർഗ്ഗമുള്ളൂ, ആത്മഹത്യ. നമ്മൾ നേരെ എന്ത് ചെയ്യും? ഒരു കയറും എടുത്തുകൊണ്ട് നേരെ തോട്ടത്തിലോട്ട് ചെല്ലും. മരണം നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ ഒന്നീ കയറ് വിട്ട് തറയിൽ വീഴും, അല്ലെങ്കിൽ കമ്പ് തന്നെ ഒടിഞ്ഞ് വീഴും. അതുമല്ലെങ്കിൽ നമുക്ക് ആരെ ശല്യപ്പെടുത്തുന്നത് വീട്ടിൽ കിടന്ന് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ച് വിഷം കുടിക്കുവാണ്. അങ്ങനെ മരണോപ്പരം അടിക്കുന്നു. അങ്ങനെ ചാവാനുള്ള സമയമാകുമ്പോഴത്തേക്കും വഴി കൂടെ പോകുന്ന ഏതെങ്കിലും ഒരുത്തും വീട്ടിൽ ചാടിക്കയറുന്നു, നമ്മളെ തൂക്കിയെടുത്തുകൊണ്ട് ആശുപത്രി പോകുന്നു. ആ ശ്രമം പൊളിയുന്നു. ഇനി ഇതൊന്നും വേണ്ട, വഴി കൂടെ ഇങ്ങനെ ബസ്സുകൾ ഇങ്ങനെ ചീറി പാഞ്ഞു പോവുകയാണ്. ഏതെങ്കിലും ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ മുമ്പിലേക്ക് എടുത്ത് അങ്ങ് ചാടുക എന്ന് വിചാരിച്ച് നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുക. സൂക്ഷം പോലെ ആ ബസ് കാണത്തില്ല. സമരമാണ്, തൊഴിലാളികൾ പണി മുടക്കി ആ ബസ് കാണത്തുമില്ല. അങ്ങനെയാണ് ഈ മരണത്തിൻ്റെ കാര്യം. നമുക്ക് മരണം വിധിച്ചിട്ടില്ലെങ്കിൽ ഏത് പൊന്നുതമ്പരം വിചാരിച്ചാലും ചാവത്തില്ല. ഒരിക്കൽ മരിക്കാൻ ആഗ്രഹിച്ചിട്ട് അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മരണത്തെ തിരഞ്ഞെടുക്കാൻ വലിയ പാടാണ് കേട്ടോ. പേടിയാ. ഈ വിഷം കഴിച്ചൊക്കെ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ കുടലും പാറ്റോ എല്ലാം കഴുകിയെടുത്ത് അവൻ്റെ ഊപ്പാട് വരുന്നത്. ഇനി എനിക്ക് മരിക്കണ്ടേ എന്ന് സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പറയും. അതാണ് ഈ മരണത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഏറെ ഹിറ്റായി ഓടിയ ആ മഞ്ഞുമൽ ബോയ്സിൻ്റെ കഥ തന്നെ ഒരു ജീവിത കഥയല്ലേ. കുറച്ച് സുഹൃത്തുക്കൾ ഒരു ഗുഹ കാണാൻ പോകുന്നു. അതിലൊരു സുഹൃത്ത് ആ ഗുഹയിലേക്ക് വീഴുന്നു. പോലീസും ഫയർഫോഴ്സും എല്ലാം പറയുന്നു ആ ഗുഹയിലേക്ക് വീണ് ആരും രക്ഷപ്പെട്ടില്ലെന്നൊക്കെ പറയുകയാണ്. ഒരുപക്ഷെ ഈ വാക്ക് കേട്ട് ആ സുഹൃത്തുക്കൾ തിരിച്ചു പോയിരുന്നെങ്കിൽ ആ പയ്യൻ ജീവനോടെ കാണത്തില്ല. പക്ഷെ അതിലൊരു സുഹൃത്ത് രണ്ടും കൽപ്പിച്ച് ആ ഗുഹയിലേക്ക് ഇറങ്ങുന്ന അവനെ തപ്പിയെടുത്ത് കരയ്ക്ക് കയറ്റുന്നു. എന്ന് വെച്ചാൽ എന്താ? അവന് ജീവിക്കാനുള്ള അനുവാദമുണ്ട്. മരണം അപ്പോഴും അവനെ തേടി വന്നിട്ടില്ല. ഇതൊക്കെയാണ് ആ സിനിമ പറയുന്നത്. അതൊരു ജീവിത സത്യം തന്നെയാണ്. എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറയാൻ ഒരു കാരണമുണ്ട്. ഈ സംഭവ കഥ കേട്ടാൽ നിങ്ങളും ചിന്തിക്കും, ഇങ്ങനൊരു ജീവിതമുണ്ടോ, ഇങ്ങനൊരു അതിജീവനമുണ്ടോ, ഇങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കും. ആ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ബാബുച്ചാൻ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 7 മണിയോടെ വീട്ടിലെത്തി. പക്ഷേ വീട്ടിൽ ഭാര്യ റോസമ്മയെ കാണുന്നില്ല. ഈ സമയത്ത് ഇത് എവിടെ പോയി? മുറ്റത്ത് പശു നിൽപ്പുണ്ട്. പശുവിനെ അഴിച്ച് തൊഴുത്തി കിടന്ന സമയവും കഴിഞ്ഞു. വീട്ടു ജോലിയൊന്നും ചെയ്തിട്ട് കാണുന്നുമില്ല. ബാബുച്ചന് വല്ലാത്ത ടെൻഷൻ. ഇത് എവിടെ പോയി അവള്? അവിടെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. ഇനി ചായ എല്ലാം ഇടാൻ വേണ്ടി അകത്ത് വല്ല ഇരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടി വീട്ടിലൊക്കെ നോക്കി. ഇല്ല, അവിടെ എങ്ങുമില്ല. സമയം കഴിയുന്തോറും ഈ ബാബുച്ചാൻ ടെൻഷൻ കൂടി വരികയാണ്. പക്ഷേ ഇയാൾ ഇത് ആരോടും പറയാൻ പോയില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാണക്കേടല്ലേ. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കൂടി ഭാര്യ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും സാഹസം കാണിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കെട്ട കേസാണ്. അങ്ങനെ കുറച്ച് സമയം ഈ ബാബുച്ചൻ ഈ കാര്യം ആരോടും പറയുന്നതേ ഇല്ല. ഒക്കുന്ന രീതിയിലൊക്കെ പുള്ളി അന്വേഷിക്കുകയാണ്. ബോംബെയിലാണ് മകള് ജോലി. ഇനി മകളെ അറിയിച്ചു കഴിഞ്ഞാൽ മകളും വിഷമിക്കുമല്ലോ. അങ്ങനെ ഈ ബാബുച്ചൻ രാത്രി മുഴുവൻ ഭാര്യയെ തപ്പി നടക്കുകയാണ്. ചെല്ലാവുന്ന സ്ഥലത്തെല്ലാം പുള്ളി അന്വേഷിക്കുന്നു. പലരും വിളിച്ച് ഫോണിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഒരു വിവരം പോലും കിട്ടുന്നില്ല. അങ്ങനെ ആ മനുഷ്യൻ ആ രാത്രി ഉറങ്ങുന്നില്ല. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വിഷയമില്ല കേട്ടോ, നല്ല സ്നേഹത്തിൽ കഴിയുന്നവരാണ്. അങ്ങനെയുള്ള സമയത്താണ് ഈ ഭാര്യ റോസമ്മയെ മിസ്സായിരിക്കുന്നത്. ഇയാൾക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പലരും തെറ്റിദ്ധരിച്ചാലോ എന്നുള്ള പേടിയിൽ ആരോടും പറയുന്നില്ല. അങ്ങനെ വെളുപ്പം കാലം വരെ ഒരുവിധം ആ വീട്ടിൽ കഴിച്ചു കൂട്ടിയാണ്. എന്തോ സംശയം തോന്നി വെളുപ്പം കാലത്തിന് വീണ്ടും ലൈറ്റൊക്കെ എടുത്തുകൊണ്ട് വീണ്ടും ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ് ഭാര്യയെ തേടി. ഒരു സമാധാനം പോലും ഇല്ല. എന്താ സംഭവിച്ചത്? അവൾ ആത്മഹത്യ ചെയ്തതാണോ? ഇനി എവിടെയും ഇറങ്ങിപ്പോയതാണോ? എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും ഈ ബാബുച്ചന് കിട്ടുന്നില്ല. അങ്ങനെ നേരം വെളുത്ത് ഇയാളുടെ സർവ്വ കൺട്രോളും പോവുകയാണ്. ഇനിയിപ്പോൾ ഒളിപ്പിച്ച് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, ആരോടെങ്കിലും പറഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെ ആ വിവരം നാട്ടുകാരോടും പഞ്ചായത്ത് മെമ്പറോടും പോലീസിനോടൊക്കെ പറയുകയാണ്. എല്ലാവർക്കും വല്ലാത്തൊരു ആദി. കാരണം വൈകിട്ട് 4 മണി വരെ ഈ ഭാഗത്തൊക്കെ റോസമ്മയെ കണ്ടതാണ്. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു? ദൂരെ എങ്ങും പോകാനും സാധ്യതയില്ല. അങ്ങനെ ആ നാട് മുഴുവൻ റോസമ്മയെ തപ്പി ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ്. ഒരു പിടിയുമില്ല. അപ്പോഴേക്കും സമയം ഒരുപാട് വൈകി കേട്ടോ. ഒരു രാത്രി പിന്നിട്ടും പിറ്റേന്ന് പകലായി, മണിക്കൂറുകൾ പിന്നോട്ട് പോവുകയാണ്. ദൂരെ എങ്ങാനും പോയിട്ടുണ്ടോ? വീട്ടിൽ സാധനങ്ങളൊക്കെ അതുപോലെ ഇരിപ്പുണ്ട്, ഡ്രസ്സും തുണിയൊക്കെ ഇരിപ്പുണ്ട്. അങ്ങ് ദൂരയാത്രയ്ക്കൊന്നും ഒരു സാധ്യത പോലും ഇല്ല. അങ്ങനെ വൈകുന്നേരം 3 മണിയായി. ആലോചിച്ച് നോക്കിയേ, 22 മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, ഇനിയിപ്പോൾ വല്ല പുഴയിലോ തോട്ടിലോ ആറ്റിലോ ഒക്കെ നോക്കിയാലോ? അറിയാനൊക്കെ അതല്ല, മനുഷ്യൻ്റെ മനസ്സല്ലേ. ഇനിയിപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു തോന്നൽ വന്ന് ഇനി എടുത്ത് ചാടി ചത്താലോ എന്നുള്ള ആ ചിന്തയിൽ എല്ലാവരും കൂടി തോട്ടിലും പുഴയിലും ആറ്റിലൊക്കെ തപ്പി ഇറങ്ങിയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് വീടിൻ്റെ കുറച്ച് അകലെയുള്ളൊരു കിണറ്റിൽ ഒരു ഞരക്ക് കേൾക്കുന്നു. ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നൊരു കിണറാണ്. 10-15 വർഷമായിട്ട് ആ കിണർ ഉപയോഗിക്കുന്നേ ഇല്ല. ആ കിണറ്റിലാണെങ്കിൽ കറുത്ത വെള്ളമാണ്. ഒരാൾ പൊക്കത്തിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല കടും കറുത്ത നിറമാണ്. കോഴി വേസ്റ്റും പ്ലാസ്റ്റിക്കും മറ്റതൊക്കെ ഇട്ടിങ്ങനെ മൂടിയിരിക്കുകയാണ്. 15 വർഷമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്രയും വല്ലാത്ത നാറ്റമൊക്കെ ഉള്ളൊരു കിണറാണ്. ആൾക്കാർ സംശയം തോന്നി ആരോ പോയി ആ കിണറ്റിലേക്ക് നെത്തി നോക്കിയപ്പം ഒരു നിഴൽ ആ കിണറ്റിൽ നിൽക്കുന്നു.
കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പൊള്ളയായ ഭാഗത്ത് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. 19 അടി താഴ്ചയുള്ള കിണറാണ്. ആൾക്കാർ കണ്ടവർ വീണ്ടും ആൾക്കാർ വിളിച്ചു കൂട്ടിയെടുത്ത് അങ്ങോട്ട് നോക്കിയേ. അങ്ങനെ ആ കിണറിലേക്ക് നോക്കുമ്പോൾ ആ രൂപം പറയുകയാണ്, വെള്ളം എന്താ എന്ന് പറയുകയാണ്. ആൾക്കാർക്ക് മനസ്സിലായി അത് തലേന്ന് വൈകുന്നേരം മുതൽ, അതായത് 4 മണി മുതൽ കാണാതായ ആ റോസമ്മയാണെന്ന് മനസ്സിലായി. ആൾക്കാർക്ക് വല്ലാത്തൊരു ഞെട്ടൽ. അവർക്ക് എന്താണ് സംഭവിച്ചത്? നല്ല ആഴമാണ് കിണറൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മുറിയുന്ന കല്ലൊക്കെ ഉള്ള ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു കിണറാണ്. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്നുള്ള ആദിയിൽ ഫയർഫോഴ്സിനെ വിളിക്കുന്നു, പോലീസ് വിളിക്കുന്നു, ഒരു ജനസമുദ്രം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. പിന്നെ മഞ്ഞുമൽ ബോയ്സിലെ ആ ചെറുപ്പക്കാരനെ രക്ഷിക്കുന്ന പോലെയുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്. ഈ റോസമ്മയെ എല്ലാവരും കൂടി താങ്ങി എടുത്തുകൊണ്ട് കരയിൽ കിടന്നു. പക്ഷെ അപ്പോഴും അവർക്ക് ബോധമുണ്ട്. ആരോ കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർക്ക് ബോധമില്ല. നേരെ തൂക്കിയെടുത്തുകൊണ്ട് ആശുപത്രി പോകുന്നു. ബോധം തെളിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ആ കഥ കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയേ. ഇങ്ങനെ അതിജീവനമുണ്ടോ? ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കഥയാണ് അവർ പറയുന്നത്. സംഭവം ഇങ്ങനെയാണ്. വൈകുന്നേരം 4 മണി സമയം റോസമാമ പശുവിന് തീറ്റ കൊടുക്കാനായിട്ട് വീണ്ടും മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ അവർ കാണുന്ന കാഴ്ച ഒരു വല്ലാത്ത കാഴ്ചയാണ്. മുഴുത്ത 2 പന്നി അവരെ ഇടിച്ച് കുത്തി മലത്താൻ വേണ്ടി ഇങ്ങനെ ചീറി അടുക്കുകയാണ്. ഇവരെന്തോ ചെയ്യുന്നറിയാമോ? നേരെ ഇനി റോസമാമ പറയട്ടെ ബാക്കി കാര്യം. പന്നിയെ കണ്ട് പേടിച്ച് ആ കിണറ്റിൻ്റെ തിട്ടേ കയറിയതാ. അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഇതിനെ കണ്ടു കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ അങ്ങ് നിന്നുപോയി. ഇച്ചിരി നേരം നിന്നപ്പോഴും ഇത് പോകാഞ്ഞപ്പം പിന്നെ പേടിയായപ്പോഴാണ് മുകളിലോട്ട് ഇങ്ങനെ കാലെടുത്ത് വെച്ച് കയറി അന്നേരം അവിടെ നിൽക്കുമ്പോഴും പന്നി അവിടെ നിൽപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം മറ്റേതിനെ കൂടെ കണ്ടപ്പോഴത്തേനും പേടിച്ചു പോയി. അങ്ങനെ കാല് പുറകോട്ട് വെച്ചപ്പോഴാണ് താഴോട്ട് പോയി. എങ്ങനെയെങ്കിലും റോസമ്മയ്ക്ക് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. വേറെ ഒന്നും ആലോചിച്ചില്ല. ആ കിണറ്റിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. കിണറ്റിൻ്റെ മുകളിൽ ഒരു പലക നിരത്തിയുണ്ട്. ആ പലകയിലൊക്കെ ഒരു ഒറ്റ ചവിട്ടാണ്. പഴകിയിരിക്കുന്ന പലകയാണ്. നേരെ ഭൂന്നും പറഞ്ഞ താഴോട്ടൊരു പോക്ക്. ആ കിണറിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ചുറ്റും കല്ലാണ്. തലയൊന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ചിന്ന ഭിന്നമായിട്ട് പോകുന്ന ഭീകരമായിട്ടുള്ള കിണറാണ്. ആഴങ്ങളിലേക്ക് ഒരു ഒറ്റ പോക്കായ റോസമ്മ ഏതാണ്ട് 50 അടി താഴ്ചയുള്ള ആഴത്തിലേക്ക് റോസമ്മ പതിച്ചു. ഇപ്പോൾ കാലെവിടെയെങ്കിലും കയറ്റി വെക്കാമോ ഇങ്ങനെ കാലിട്ടനക്കുന്നുണ്ട്. അപ്പം എവിടാന്ന് നമുക്കറിയത്തില്ല. ഒരു വാരത്തിലോട്ടം കയറിപ്പോയി കാല്. അന്നേരം അതൊരു സേഫായിട്ട് തോന്നിയത് കൊണ്ട് ആ കാല് പിന്നെ വലിച്ചെടുക്കാൻ പോയില്ല. അവിടെ തന്നെ കാല് വെച്ച് ഇങ്ങനെ നിന്നിട്ട് കിടന്ന് വിളിച്ചു പോകുമ്പം ശബ്ദം പുറത്തോട്ട് കേൾക്കുന്നില്ല. അവിടെ കിടന്ന് വിളിച്ചു, നല്ല ആഴമുണ്ട്. അവിടെ കിടന്ന് വിളിച്ചു പോവാ. പിന്നെ സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ അതിജീവനത്തിൻ്റെ നിമിഷങ്ങളാണ് ഈ റോസമ്മയുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഈ തലയ്ക്ക് മുകളിൽ വെള്ളം നിൽക്കുകയാണ്. നല്ല നാറ്റമുള്ള വെള്ളം. എങ്ങനെ രക്ഷപ്പെട്ടേ പറ്റൂ? രക്ഷിക്കാനില്ല. അങ്ങനെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടുകയാണ് അവിടെ റോസമ്മ. നല്ലതായിട്ട് പേടി തോന്നിച്ച് ഇരുട്ട് കൂടുന്നു, വീട്ടുകാരെന്ത് വിചാരിക്കും, എന്നെ തിരക്കി നടക്കുമായിരിക്കും എന്നൊക്കെയുള്ള പല ചിന്തകൾ വന്നു. പക്ഷെ പെട്ടെന്ന് അതൊക്കെ അങ്ങ് മറയുവാന്ന് വെച്ചാൽ അത് എല്ലാം അങ്ങ് ബ്ലാങ്കായി വരുവാ. ഈ കിണറിൻ്റെ അവസ്ഥ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയും ഭീകരമാണ് കിണറിൻ്റെ അവസ്ഥ. ഏതാണ്ട് 15 വർഷമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. കോഴി വേസ്റ്റ് തള്ളിയത്, പ്ലാസ്റ്റിക്, അങ്ങനെ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ കിണറിൻ്റെ വെള്ളം. അങ്ങനെ കറാന്നുള്ള ആ വെള്ളം അത്ര ദാഹത്താൽ ജീവനെങ്കിലും കിടക്കട്ടെന്നും പറഞ്ഞ് ആ സ്ത്രീ കുടിക്കുകയാണ്. 15 വർഷം പഴക്കമുള്ള വൃത്തികെട്ട വെള്ളം കുടിച്ച് അവർ ജീവൻ നേടാനുള്ള ശ്രമം നടത്തുകയാണ്. ദാഹിച്ചപ്പോൾ വെള്ളം കോരി കുടിച്ച് ആ വെള്ളം കോരി കുടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അത്ഭുതം. എന്ന് വെച്ചാൽ വീണപ്പോഴേ ആ വെള്ളം കലങ്ങി ഭയങ്കര വാടയാ. അന്നേരം തന്നെ അങ്ങ് വല്ലാത്തൊരു ഇതായിരുന്നു. പിന്നെ നമുക്ക് കാണാം ഇതിനകത്ത് ഇതൊക്കെ കിടക്കുന്നത് കാണാം. അങ്ങും ഇങ്ങുമൊക്കെ ഓരോന്ന് ഇരിക്കുന്നു ഒക്കെ കാണാം. പക്ഷെ കുടിക്കേണ്ട ആ സാഹചര്യം വന്നാൽ നമ്മൾ കുടിച്ചു പോകുമല്ലോ. ജീവന് വേണ്ടി പോരാടി റോസമ്മ ആ കിണറ്റിൽ കിടക്കുമ്പോൾ ബാബുച്ചാനാണെങ്കിൽ ആ ഭാര്യയെ തപ്പി അവിടെ എല്ലാം നടക്കുകയാണ്. ടോർച്ച് അടിച്ച് നടക്കുന്നു, ബഹളം കൂട്ടുന്നു, റോസമ്മയെ ഉറക്കെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ അപ്പോഴും റോസമ്മയെ കണ്ടെത്തുന്നില്ല. പക്ഷെ ആ രാത്രി മുഴുവൻ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഈ ബാബുച്ച നടത്തുകയാണ്. പിന്നെ ഞാൻ ആരോടെയും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. രാത്രി ആയില്ല, എന്നാലും ചിലപ്പോൾ ഇവിടെ എല്ലാം കാണും, ഇല്ലെങ്കിൽ വരുമെന്നുള്ള പ്രതീക്ഷയായിപ്പോയി. രാത്രി 9 10 കാണുന്നില്ല. പിന്നെ ആകെപ്പാടെ വിഷമമായി. ഞാൻ ആ സീറ്റ് എടുത്ത് തന്നെ കുത്തിയിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. എന്നിട്ട് ഞാൻ രാത്രി ഇവിടെ എല്ലാം വന്ന് ലൈറ്റ് അടിച്ചു. ഇതിനകത്ത് ഇവിടെ എല്ലാം നോക്കി. ഇവിടെ ലൈറ്റ് അടിച്ച് നോക്കുമ്പോഴും താപ്പോട്ട് നമുക്കൊരു പ്രതീക്ഷ വരുന്നില്ല. ഇത് ഞാൻ വെളിയിരിക്കുന്നു. പിന്നെ വീണ്ടും പോയി അവിടെ ഇരിക്കും. പിന്നെ വെളുപ്പിനെ ഞാൻ എല്ലായിടവും ഒന്ന് ഇറങ്ങി നോക്കി. എല്ലാം നോക്കി ഒരനക്കവും കേൾക്കുന്നു, അറിയുന്നില്ല.
പുറത്ത് നടക്കുന്ന ബഹളങ്ങളും അന്വേഷണവും എല്ലാം ഈ അകത്ത് കിടക്കുന്ന, അതായത് കിണറ്റിനുള്ളിൽ കിടക്കുന്ന റോസമ്മ അറിയുന്നുണ്ട്. ലൈറ്റിൻ്റെ വെട്ടം കാണുന്നുണ്ട്, ആൾക്കാർ അതും ഇതൊക്കെ പറയുന്നതൊക്കെ വ്യക്തമായിട്ട് റോസമ്മ കേൾക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് അങ്ങനെയാണല്ലോ, ഉറക്കം നിലവിളിക്കുന്നുണ്ട് കിണറ്റിനുള്ളിൽ നിന്ന്, രക്ഷപ്പെടുത്തു എന്ന് ഉറക്കെ വിളിക്കുന്നു. പക്ഷേ പുറത്തേക്ക് ശബ്ദം വരുന്നില്ല. ചില സമയത്ത് അങ്ങനെയാണല്ലോ, നമ്മൾ ചില ആപത്ഘട്ടങ്ങളിൽ പെടുമ്പോൾ ഉറക്കം നിലവിളിക്കും, പക്ഷേ പുറത്തേക്ക് ആ ശബ്ദം വരത്തില്ല. എന്തായാലും ഈ റോസമ്മ ഒരു കാര്യം വിചാരിച്ചു, തൻ്റെ മരണം അടുത്ത്. അങ്ങനെ മരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആ സ്ത്രീ നടത്തുന്നത്. ആ കിണറ്റിലെ അവസ്ഥ ആലോചിച്ച് ആ രാത്രി മുഴുവൻ ഈ കഴിച്ചു കൂട്ടണം. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു നൂൽപ്പാല്, കിണറ്റിലെ നാറിയ വെള്ളം, അത് മാത്രമല്ല ഇഴജന്തുക്കൾ പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ്. ആ വെള്ളം തന്നെ കുടിക്കുന്നു. അങ്ങനെ ഭീകരമായിട്ട് ആ രാത്രി മുഴുവൻ ആ കിണറ്റിൽ കഴിച്ചു കൂട്ടിയ ആ സ്ത്രീ ഒരു വല്ലാത്തൊരവസ്ഥയല്ലേ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രവൃത്തിയാണ് ആ സ്ത്രീ ആ രാത്രിയിൽ ആ കിണറ്റിൽ നടത്തിയത്. രാത്രിയായപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ തിരക്കി നടക്കുന്നത്, ലൈറ്റ് അടിക്കുന്നതൊക്കെ എനിക്ക് കാണാം. പക്ഷെ ഞാൻ അവിടെ കിടന്ന് വിളിച്ചിട്ടൊന്നും ശബ്ദം പുറത്തു വരുന്നില്ല. പക്ഷെ ശബ്ദം പുറത്തോട്ട് വരാത്തത് കൊണ്ട് ഇവരത് ശ്രദ്ധിക്കുന്നതുമില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിൽ പിന്നെയും ഈ ജനലിൻ്റെ ഇതുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരും ശ്രദ്ധിക്കുന്നില്ല, വരുന്നവരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. ഇനിയിപ്പോൾ ക്ലൈമാക്സ് ആണ്. 22 മണിക്കൂർ പിന്നിട്ട് ആൾക്കാരുടെ ശ്രദ്ധ മുഴുവൻ ആ കിണറ്റിലേക്ക് വരികയാണ്. ആ കിണറ്റിൽ ആ ഭീകരമായ കാഴ്ച കാണുകയാണ്. ജീവന് വേണ്ടി പോരാടുന്ന ഒരു സ്ത്രീയുടെ ഭയങ്കര ഞെട്ടിക്കുന്ന കാഴ്ച. അങ്ങനെ ആ സ്ത്രീയെ എല്ലാവരോടും താങ്ങിയെടുത്ത് കരയ്ക്ക് കിടത്തുന്നു, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. മനുഷ്യൻ പറയും ഞാൻ എടുത്തിയാടിയാന്ന് പറയും, അല്ലെ തല്ലിക്കൊന്നിട്ടാന്ന് പറയും, ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ തല്ലിക്കൊന്നിട്ടാന്നൊക്കെ ചിന്തിക്കത്തില്ലയോ ദൈവമേ. അതിനൊന്നും എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഒരു നിന്ദയായിട്ട് കാണാനിടയാക്കല്ലേ ദൈവമേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, പിന്നെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ, ഇതൊക്കെ ചുമ്മാ തള്ളടയെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. ഇത് സത്യം കേട്ടോ, നടന്ന സംഭവം തന്നെയാണ്. 22 മണിക്കൂറായിട്ട് 15 വർഷമായിട്ട് ഉപയോഗിക്കാതെ ആ കിണറ്റിൽ കിടന്ന ആ സ്ത്രീയുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്നത്? ഇത് നടന്ന സംഭവമാണ്. എന്തായാലും ആ നാട്ടുകാർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ റോസമ്മയുടെ 2ാം ജന്മമാണിത്. കാരണം കഴിഞ്ഞ രാത്രിയിൽ അവർ മരിക്കേണ്ടതായിരുന്നു, പക്ഷേ അവർക്ക് മരണം വിധിച്ചിട്ടില്ല, ജീവിതമാണ് വിധിച്ചിരിക്കുന്നത്. ഇത്രയും ഒരു ധൈര്യം കൊടുത്ത് ഈ കിണറ്റിനകത്ത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആ കിണറ്റിൽ നിന്നുള്ള 10-15 വർഷം പഴക്കമുള്ള ആ കിണറ്റിലെ വെള്ളം കുടിച്ചുകൊണ്ട് ആ ഒരു ദിവസം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്കൊന്നും കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. എന്തുവായാലും ആ ഒരു ആത്മധൈര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു വിശ്വാസജനമാണ് പറയുന്നത്. പുതിയൊരു ജന്മമാണ് ചേച്ചി കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? വലിയൊരു ഗുണപാഠമുണ്ട്. കാരണം മരണത്തെ തേടിപ്പോകേണ്ട കാര്യമില്ല കേട്ടോ, മരണം നമ്മളെ തേടി വരും. അല്ലാതെ എനിക്ക് നാളെ മരിക്കണം, മരിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ മരിക്കാനൊന്നും പറ്റത്തില്ല. മരണത്തിന് ഒരു സമയമുണ്ട്, ആ സമയത്ത് നമ്മൾ മരിച്ചിരിക്കും. മരണം എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചിരിക്കും, അത് സത്യം സത്യം സത്യം. ആ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കും, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിൽ നിങ്ങളായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.